നമസ്കാരം. ന്യൂസ് ടൈം ചാനൽ സ്പെഷ്യൽ പ്രോഗ്രാം ജനവിധി 2026 ജനപ്രതിനിധിയോട് ചോദിക്കാം. ഞാൻ അമിത KV. പയ്യന്നൂർ രാഷ്ട്രീയത്തിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് വി കുഞ്ഞികൃഷ്ണൻ്റേത്. CPM സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ സ്വതന്ത്രനായി ജനവിധി നേടിയ അദ്ദേഹം മണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പ് കഴിഞ്ഞ് തിങ്കളാഴ്ച ഫലം വരാനിരിക്കെ തൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വി കുഞ്ഞികൃഷ്ണൻ സംസാരിക്കുന്നു. നമസ്കാരം സാർ. ന്യൂസ് ടൈം ചാനൽ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പ്രചാരണ വേളയിൽ കണ്ട ജനപിന്തുണ, പ്രത്യേകിച്ച് ഇടതനുഭാവികളുടെ പ്രതികരണം വോട്ടായി മാറിയിട്ടുണ്ട്. നമസ്കാരം. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മത്സരിച്ച ഒരാളല്ല. കഴിഞ്ഞ 5 വർഷക്കാലം പാർട്ടിക്കകത്ത് നടത്തിയ പോരാട്ടം, അപ്പോൾ അത് ഫലം ചെയ്തില്ല എന്ന് കണ്ടപ്പോൾ ആ പോരാട്ടം സമൂഹത്തിലേക്ക്, ജനങ്ങളിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് സ്ഥാനാർത്ഥിയാകേണ്ടി വന്നത്. ഇതേ ആളെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ CPM തീരുമാനിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ മത്സരിക്കുമായിരുന്നില്ല. അപ്പോൾ ആ പോരാട്ടം തുടരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോൾ വലിയ നിലയിലുള്ള സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷേ എങ്കിലും ജയിക്കുമെന്ന പ്രതീക്ഷയൊന്നും തുടക്കത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ 500,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് നിലവിലുള്ള MLA ജയിച്ചത്. അയാൾ തന്നെയാണ് വീണ്ടും സ്ഥാനാർത്ഥിയായി വന്നത്. ഒരു മണ്ഡലത്തിൽ 500,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാറ്റിമറിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് ജയിക്കുമെന്ന പ്രതീക്ഷ തീരെ ഉണ്ടായിരുന്നില്ല. ജയിക്കാനായിരുന്നില്ല മത്സരവും. പക്ഷേ ജനങ്ങൾക്കിടയിലുള്ള ഒരാവേശം, ഒരു മാറ്റം പയ്യന്നൂരിലുണ്ടാകണം എന്ന അവരുടെ ആഗ്രഹം വലിയ തോതിൽ പ്രകടിപ്പിക്കുന്ന ഒരു നില ഉണ്ടായിരുന്നു. പോളിംഗ് കഴിഞ്ഞതിന് ശേഷം പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രതികരണം നിങ്ങൾ ജയിക്കും എന്ന നിലയിലാണ് എന്നോട് നേരിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ പലരിലൂടെയും കേട്ടറിഞ്ഞിട്ടുള്ള കാര്യം. അതിനുശേഷം ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും മറ്റന്നാൾ വോട്ടെണ്ണി ഫലം നമുക്കറിയാൻ സാധിക്കും. അതുവരെ കാത്തിരിക്കുക എന്നതാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ള കാര്യം. താങ്കളുടെ ഈ നീക്കം രാഷ്ട്രീയ അച്ചടക്ക ലംഘനമാണെന്ന് പാർട്ടി ആരോപിക്കുന്നു. ഇതിന് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമെന്ന് താങ്കൾ വിശേഷിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്താണ്? അല്ല, പാർട്ടി അച്ചടക്ക ലംഘനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ അവതരിപ്പിച്ച് പരിഹാരം കാണാനുള്ള ശ്രമം നടത്തുക എന്നതാണ് പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ 5 വർഷക്കാലം ഞാനത് നിരന്തരമായി പാർട്ടിക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ നടത്തിയിട്ടും അതിനൊരു ഫലമുണ്ടായില്ല എന്ന ഘട്ടത്തിലാണ് ഞാനൊരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചത്. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നതാണ് ആ പുസ്തകത്തിന് നൽകിയ പേര്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചാനലിന് ഞാനൊരു അഭിമുഖം നൽകുകയുണ്ടായി. അതോടുകൂടിയാണ് ഞാൻ അച്ചടക്ക ലംഘകനായി മാറുന്നത്. ഞാൻ അച്ചടക്കം ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് പാർട്ടിയാണ് എന്നെ നിർബന്ധിച്ചത്. അച്ചടക്കം ലംഘിക്കാതെ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള പരിശ്രമമാണ്. 5 വർഷം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല, ദീർഘമായൊരു കാലയളവാണ്. ആ ദീർഘമായ കാലയളവ് എടുത്തിട്ടും പരിഹാരം കാണാൻ പാർട്ടി സന്നദ്ധമാകാത്തത് കൊണ്ടാണ് അവരാക്ഷേപിക്കുന്ന രീതിയിലുള്ള അച്ചടക്ക ലംഘനത്തിന് ഞാൻ സന്നദ്ധമാകേണ്ടി വന്നത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്.
തിങ്കളാഴ്ച ഫലം എന്തു തന്നെയായാലും താങ്കൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിന്ന് അതുമായി മുന്നോട്ട് പോകുമോ? ഫലം എന്തോ ആകട്ടെ, അത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഫലമൊരു വിഷയമേ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നിലപാടുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. അടിസ്ഥാനത്തിൽ തന്നെ പലരും ഇതിനു മുമ്പില്ലാത്ത വിധത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിന്ന് വിട്ടുവന്ന് മത്സരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി, അമ്പലപ്പുഴയിൽ ജി സുധാകരൻ, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന ടി കെ ഗോവിന്ദൻ മാഷ്, ഇങ്ങനെ ഒരുപടി ആളുകൾ ഇതിനു മുമ്പ് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കാണാൻ സാധിക്കാത്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ഇടതുപക്ഷ കൂട്ടായ്മ കേരളത്തിൽ രൂപീകരിക്കേണ്ടതുണ്ട് എന്ന നിലയിലുള്ള അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഇതിന് ശേഷം, ഈ ഫലപ്രഖ്യാപനത്തിന് ശേഷം അപ്പോൾ അത് സംബന്ധിച്ചുള്ള ആലോചനകളുമായി മുന്നോട്ട് പോവുക എന്നതാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ള വിഷയം. അപ്പം അത് ആ സമയത്ത് തീരുമാനിക്കുന്നതാണ്. പഴയ സഹപ്രവർത്തകർക്കും പാർട്ടിക്കുമെതിരെ പോരാടുമ്പോൾ വ്യക്തിപരമായി താങ്കൾ നേരിട്ട ഏറ്റവും വലിയ വിഷമം എന്തായിരുന്നു? പഴയ സഹപ്രവർത്തകർക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് വിരലെണ്ണാവുന്ന കളങ്കിതരായ ചിലർ മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടക്കാൻ പാടില്ലാത്ത അപജയങ്ങൾ നടന്നതിനെതിരെയുള്ള പോരാട്ടമാണ്. അത്തരം വ്യക്തികൾക്കെതിരായി നടത്തിയ പോരാട്ടം അത് ശരിയായിരുന്നു എന്ന അഭിപ്രായം തന്നെയാണ് ഇപ്പോഴുമുള്ളത്. അതുകൊണ്ടാണ് സമൂഹത്തിൽ ആ പോരാട്ടം തുടരുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടുള്ളത്. പാർട്ടിക്കകത്തെ മറ്റ് സഖാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും അന്നുമില്ല, ഇന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ നിലയിലുള്ള അടിയൊഴുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-നകത്തുണ്ടാകും എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടത്. പോളിംഗ് കഴിഞ്ഞപ്പോഴും ആ അടിയൊഴുക്ക് ശക്തമായി ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. ഒരു ജയപരാജയത്തെ സംബന്ധിച്ച് പറയാതിരിക്കുന്നത്, ഈ അടിയൊഴുക്കിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് നമുക്ക് ഒരു കാൽക്കുലേഷൻ നടത്താൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം അത് വോട്ടെണ്ണി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഏതായാലും വലിയ നിലയിൽ ബഹുജനങ്ങൾ അനുകൂലമായ പ്രതികരണം, അത് CPM അനുഭാവികളും CPM മെമ്പർമാരും ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ നിലയിൽ എനിക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് പോളിങ്ങിന് ശേഷവും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഈ അടിയൊഴുക്ക് അതിശക്തമാണ് എന്ന നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് ഒരു വിധിയെഴുത്തിലേക്കല്ല, ഏതായാലും അനുകൂലമായ ഒരു നില വന്നു ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ മനസ്സ് പെട്ടിക്കുള്ളിലാണിപ്പോൾ. പെട്ടി തുറന്നാൽ മാത്രമേ അതെന്താണെന്ന് നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കൂ. ഞാൻ അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട്. സാറിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓക്കെ, താങ്ക്സ്.